സമയമേ നീ ഒഴുകി അതിവിടെ മതി വരെ നിന്നു തരൂ. അനക്കെന്തിനാ ഭ്രാന്ത്? സുഖത്തിന് ഭ്രാന്ത് പഠിക്കുക. എടുത്തിട്ടോളേക്ക് ഇടേ 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 എളുപ്പം ഇറങ്ങാൻ നോക്കി. ഇതിൽ കുറെ മണ്ണോട്ടേന്നല്ലോ. തവള ബോട്ടലിന് കാണിച്ചു. മീൻ കുഞ്ഞുങ്ങൾ. മീൻ കുഞ്ഞല്ല തവള ബോട്ടൽ. തവള ബോട്ടല് തവള ബോട്ടൽ തവള ബോട്ടൽ. ആദ്യം ഇതിൽ ഇങ്ങനത്തെ കുറെ വടിയാളുണ്ട്. ഇതൊക്കെ എടുത്ത് ഒഴിവാക്കണം. മിന്നോനെടുത്ത് കിട്ടാലോ. ഫുള്ള് ചപ്പ് ചാടിയാണ്. ഇതൊക്കെ ഇന്നെടുത്ത് ഒഴിവാക്കണം. മുള്ളു കുത്തി മീനാൾ ഒട്ടിപ്പിടിക്കും. മീനാളല്ല മറ്റേ മുള്ളാണ്. ആ മരത്തിന്റെ പൊട്ടി ചാടിയിട്ട് കൈത്ത മുള്ളാണ്. നല്ല വൃത്തിയുള്ള വെള്ളമാണ്. അച്ഛനൊന്നും പറഞ്ഞിട്ട് മനസ്സിലാവില്ല. അന്ന് വാളനൊക്കെ മറ്റേ മീൻ ഇത്ര ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ. ഇതൊക്കെ ഇന്ന മാത്രമേ കുത്തണുള്ളൂ. ഉപന കുത്തണല്ലോ. എന്ത് ചെരുപ്പിട്ടോണേ ഇല്ല. ചണ്ടിയോ വണ്ടി എന്തെങ്കിലുമൊക്കെ ഇന്നിവിടെ സ്കൈ വേൾഡിന്റെ ആള് ഇന്നിവിടെ കുളം വറ്റിക്കാണ് ഗൈസ്. അപ്പോൾ നമുക്ക് അധികം വിശേഷങ്ങളല്ലാതെ കുളം വറ്റിക്കണ വിശേഷങ്ങൾക്ക് കടക്കാം. ഇതാണ് കുളം വറ്റിക്കുന്നത്. ഇവിടെ മീന് വളർത്താനാണ് ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെടുന്നത്. അല്ലെങ്കിൽ സ്വിമ്മിംഗ് പൂൾ ആക്കണം. നീന്താനുള്ള അപ്പൊ കുളത്തിക്കൊന്ന് പോകണ്ടേ. ഇതാ നോക്കും. ആമ്പല് വെച്ചിരുന്നു. അപ്പൊ ഇതാണ് ഗൈസ് ആമ്പല് വെച്ചെന്ന ക്ലാസ്സാന്ന് തോന്നുന്നത്. ആമ്പലൊന്നും ഇപ്പൊ കാണാനില്ല. മരത്തിന്റെ ചപ്പ് വീണ് വേസ്റ്റായി നല്ല വളമാണ്. തെങ്ങിന് ഇട്ടാ ഇപ്പൊ ഇത് നമ്മൾ കണ്ടില്ലേ. തെങ്ങ് എത്ര തേങ്ങ ഉണ്ടാക്കിയ ഒരു മാസം കൊണ്ട് 1 മാസം വിത്തിൻ 1 month ഈ തെങ്ങ് നിറച്ച് തേങ്ങയും നിറച്ച് വളമാണ്. കാട്ടിത്തരാം. ഈ സാധനമാണ് നേരത്തെ കാലം കുത്തിയത്. പാട്ടൊക്കെ ഇട്ടിട്ടാണ് ഗൈസ് നമ്മൾ ഇതാക്കുന്നത്. ഇറങ്ങാ പൂസേ ആയിക്കോട്ടെ. ഇറങ്ങ. ഗൈസ് അപ്പോൾ ഒരു സാധനം കണ്ടിട്ട് ഞാൻ കാണിച്ചുതരാം. നല്ല നീല കളർ തേള്. ഗൈസ് അപ്പോൾ വെറൈറ്റി സാധനം കണ്ടിട്ടുണ്ട്. നല്ല കിടിലൊരു തേള് വന്നിട്ടുണ്ട്. തേള് ഇതിട്ടാളല്ല കേട്ടോ. നീല കളറിലെ തേള്.
കാലൊക്കെ പൊന്തിച്ചോടി കടിച്ചും കടിച്ചും ജീവണ്ടേ അപ്പൊ കിട്ടിയിട്ടുണ്ട്, സാധനം കിട്ടിയിട്ടുണ്ട്. ഇത്രയും നേരം ഈ സാധനം കള്ളയിലാണ് നമ്മൾ ചെരുപ്പ് പോലും ഇടാതെ ഇറങ്ങി നടന്നിരുന്നു. കളറുണ്ടോ? നീല കളറ്, വെറൈറ്റി അല്ലേ ഗൈസ്? അപ്പൊ നീല കളർ കണ്ടോ? ഈ സാധനത്തിനൊക്കെ എവിടെയെങ്കിലും നടന്നു നിങ്ങള്? എവിടെ വിളിച്ചത് കറക്റ്റ് ആവണില്ലല്ലോ ഗൈസ്. അപ്പൊ അതന്നെ നമ്മൾ ഇവിടെ ഇടുകയാണെ. അടിക്കല്ലോ കേട്ടോ, അടിക്കല്ലേ ആണോ? കറുത്ത കളർ നമ്മൾ എപ്പോഴും കാണുന്നുണ്ട്. ഇത് വേറെ പച്ച നീല. എടാ വെളിച്ചം പറയാന്ന വെളിച്ചം മാറുന്ന വെറൈറ്റി സാധനം. ഇങ്ങനത്തെ സാധനമൊക്കെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാട്ടോ. റയർ സാധനമാണ് അതൊക്കെ, കാണാൻ കൂടി. ആദ്യമായിട്ട് ഞാൻ ഇങ്ങനത്തെ കളർ സാധനമാണ് കാണുന്നത്. ഇപ്പോൾ വെള്ളം ഏകദേശം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ചപ്പ് ഒരു കളയാം. നാളത്തെ കൽപ്പനല്ല തേളുന്ന കിട്ടി. അതൊക്കെ നീ കൈകൊണ്ട് വരില്ല. ഈ സാധനം വരാം. അതെ എല്ലാം ചെവിടിയാ അടിച്ചതാണോ കളയുന്നത്? അങ്ങനെ ഇത് ഫുള്ള് ഈ മരത്തുനിന്ന് ഇലയും കമ്പും ചാടിയുള്ള ചപ്പാനാണ്. ഒന്ന് കട്ടാക്കി ആകെയുള്ള പേടി മുറം പൊട്ടുമെന്നാണ് ഗൈസ്. ഇതോ വേഷോ അതാ ഈ സാധനം. ഇതിനെവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ ഈർക്കളിമാരുള്ള സാധനത്തിന് ഇതും റയറാണ്. പണ്ടൊക്കെ ഇഷ്ടംപോലെ കണ്ടിരുന്നു, ഇപ്പൊ കാണുന്നില്ലേ. ഗൈസ് നിങ്ങൾ കണ്ടെങ്കിൽ കമന്റിലോ ഷെയറിലോ അറിയിക്കല്ലേ. അതെ, എന്തെങ്കിലുമൊക്കെ അറിയിക്കുക. അപ്പൊ കുളം വറ്റിച്ച് കഴിയാനായിരുന്നു. നേരത്തെ നമ്മള് പറഞ്ഞപ്പോ കുളം തുടങ്ങിയിട്ടുള്ളൂ. ഇപ്പൊ വറ്റിച്ച് കഴിഞ്ഞു ഇതാക്കുന്നു. അടുത്ത കാര്യം മാത്രം വെള്ളം കൊടുക്കുന്നുണ്ട്. ഈ വെള്ളം ഇനി ഈ തലക്കൊന്ന് ഇടിച്ച് ഇങ്ങനെ കൊണ്ടുവരാം. ഇനി കുറെ ചളിയുണ്ട്, ഞാൻ കാണിച്ചിരാം. നോക്കുമ്പോ ഇവിടെയുള്ള ഈ ചളിയൊക്കെ അങ്ങോട്ട് പോയി. കോപ്പോണ് വെള്ളം ഒഴിച്ചാലോ? അപ്പൊ ഈ ചളി ഫുള്ള് ഇവിടെ ഇട്ട് ചളി എന്നിട്ട് അത് മൊത്തം ഇട്ടെന്ന് പറയാം. നല്ല വൃത്തിയാണ്. ആദ്യം നമുക്കൊന്ന് സ്വിമ്മിംഗ് പൂളായി യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ മീനുണ്ടാകും. അവര് കിണറ്റിന്ന് വെള്ളം എടുക്കാൻ പോയിട്ടുണ്ട്. അങ്ങനെ വളരെ നടക്കട്ടെ. അതുകൊണ്ട് ഒരു കുട്ടിക്കളി. എടാ ഒരു കൈ കൊണ്ടെടുത്തോ. ചപ്പോ അല്ലെങ്കിൽ ചാടുക. ഗൈസ്, അപ്പോ ഈ ടാർപ്പായുടെ ഓട്ടം നമുക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടെയാണ് ആ ഓട്ടം വരുന്നത്. ഗൈസ്, അപ്പൊ ഇതുണ്ടോ ഇത്രയും വലിയ ഓട്ടമാണ്. എങ്ങനെ ഇത്രയും വലിയ ഓട്ടം ഉണ്ടായിരുന്നു? ഇത്ര വലിയ ഓട്ടം ഇവിടെ ഉണ്ടായിരുന്നു. അത് ഒട്ടിക്കാൻ അമ്മക്ക് ഒരു ഡാർക്ക് പാന്റ് അത് അപ്പോൾ അതാണ് നമ്മുടെ ടാർപ്പായുടെ ഓട്ട. ഇനി ഇത് എന്തെങ്കിലുമൊക്കെ തീരുമാനമാക്കിയാലേ ഇതിൽ വെള്ളം ഒഴിക്കാൻ പറ്റുള്ളൂ. പണിയെടുക്കണ ഓരോന്നൊക്കെ വീഡിയോയിൽ കാണിക്കുന്നതാണ്. കുളം ശരിയാക്കുന്നതിനെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? നമ്മളെ സ്വിമ്മിംഗ് പൂളാണ് ഉണ്ടാക്കാൻ പോണത്. അല്ല ഗൈസ്, അപ്പൊ നമ്മളിന്ന് പറയാൻ പോണത് ഇത് ഒരു 10 ദിവസം നമ്മള് ഇതാക്കാൻ പോവാണ് സ്വിമ്മിംഗ് പൂള്. പിന്നെ കഴിഞ്ഞിട്ട് മീനാൾക്കുള്ള അടുത്തത് അതന്നെ നമ്മളാക്കാൻ പോണത്.
ഇവിടെ ഇവിടെ ഒന്നുമില്ല. ഒന്നും പറയാലോ. അവിടെ ഭ്രാന്ത് പിടിക്കണ്ട് ഗൈസ്. അപ്പൊ നമ്മള് കുറച്ചുകൂടി ക്ഷമിക്കുക. അനക്ക് എന്തിനാ ഭ്രാന്ത്? വെറുതെ സുഖത്തിന്. സുഖത്തിന് ഭ്രാന്ത് പിടിക്കുകയോ? വെറൈറ്റി സ്റ്റെപ്പ് ഇടേ. വെള്ളം ഒഴിക്കല് പൊട്ടിക്കാൻ പറ്റുമോ? ഏതാ വേണ്ടേ? മേലുണ്ട് ആൾക്കാരില്ലേ അവിടെ അതിലേറെ ഓട്ടം കടാ. അപ്പൊ അതിലേറെ വെള്ളം ഉണ്ടായിരുന്നല്ലോ. അതതിൽ മണ്ണടിക്കാൻ ഇവിടെ ഇല്ലേ വെള്ളം വറ്റിയിട്ടുണ്ട്. വെള്ളം കഴിഞ്ഞ് വെള്ളക്കാരി കോരുന്നുണ്ട് അവിടെ. അതായിട്ടുള്ള ഫുള്ള് ചൊക്കിച്ചോളൂ ഞാൻ ഇപ്പൊ നല്ല ടൈറ്റ് ആയിട്ടുണ്ട്. ഗൈസ്. അപ്പോൾ നമ്മുടെ കുളത്തിന്റെ പണി ഏറെക്കുറെ തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഓട്ട അടച്ചാലുള്ള ഇതിൽ വെള്ളം ഒഴിക്കാൻ പറ്റുക. അപ്പോൾ അതുവരെ നമുക്ക് റെസ്റ്റാണ്. ഒരു ട്രിപ്പ് വെള്ളം കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് ഏകദേശം ക്ലിയർ ആയി. ഇനി ആ ഓട്ട എടുക്കുന്നത് ബാക്കി പരിപാടി. പിന്നെ ഒന്നെങ്കിൽ നമുക്ക് മോട്ടർ അടിക്കണം, അല്ലെങ്കിൽ മഴ എന്ന് അറിയും. മഴ എന്ന് അറിയാൻ എന്തായാലും ടൈം എടുക്കും. അങ്ങനെ നമ്മൾ മോട്ടർ അടിച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത്രയൊക്കെ തന്നെ. ഇനി ബാക്കി ഈ ഓട്ട അടിച്ചിട്ട് വെള്ളം നിറച്ചിട്ടുള്ള സാധനങ്ങൾ കാണിക്കണം. അപ്പോൾ ഓക്കെ, ബൈ. എന്നിട്ട് പറഞ്ഞേ ഈ കിണറ്റിന്നാണ് നമ്മള് വെള്ളമൊക്കെ എടുക്കാറ് ഗൈസ്. അപ്പൊ നമുക്ക് ഇനി വെള്ളം കോരാം ഗൈസ്. ഗൈസ് പെട്ട് കിടക്കാണ് ഗൈസ്. സക്സസ്ഫുള്ളി നമ്മൾ സോപ്പേക്കാൻ പറ്റില്ല. വെറുതെ എങ്ങനെ ഇറക്കാം? സോപ്പ് വെക്കാണ്ട് ഇറക്കാം. ഇവിടെ മേലെ ആകെ ഇതാവും. ഗൈസ്. അപ്പോൾ ഇന്നത്തെ ഷോട്ട് ഇവിടെ പേക്കപ്പ് ആക്കുകയാണ്. പേക്കപ്പ്.